ഹായ് ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ കേൾക്കാൻ പോകുന്നത് ദ ഷാഡോ 18 ഭാഗം. രചന ആമിക, അവതരണം ബിൻസു ഷിജി. ഞാനും ജയദേവനും അവന്റെ അമ്മാവന്റെ മകൾ കുഞ്ഞിലക്ഷ്മിയും പിന്നെ അവളുടെ കൂട്ടുകാരി അന്നക്കൊച്ചും ഞങ്ങൾ 4 പേരും ഒന്നിച്ചായിരുന്നു സ്കൂളിൽ പോയിരുന്നത്. ആ പഴയകാല ഓർമ്മകൾ പങ്കുവെക്കുമ്പോൾ പത്രോസിന്റെ മുഖത്ത് ചെറുതല്ലാത്തൊരു പുഞ്ചിരി വിരിഞ്ഞു. നീ സ്കൂളിലൊക്കെ പോയിട്ടുണ്ടോ പത്രോസെ? അച്ഛൻ കൗതുകത്തോടെ ചോദിച്ചു. പത്രോസ് ഒന്ന് ചിരിച്ചു. അച്ഛൻ എന്നെ കളിയാക്കാൻ ചോദിച്ചതാണെന്ന് എനിക്കറിയാം, എങ്കിലും അതിലൊരു കാര്യമുണ്ട്. സത്യം പറഞ്ഞാൽ ഞാൻ സ്കൂളിൽ പോയിരുന്നത് പേരിന് മാത്രമായിരുന്നു. പണ്ടേ മണ്ടനാണല്ലോ ഞാൻ. പക്ഷേ എൻ്റെ ജയൻ അങ്ങനെയല്ലായിരുന്നു. നന്നായി പഠിക്കും, മിടുക്കൻ, സുന്ദരൻ, സൽസ്വഭാവി, അങ്ങനെ എല്ലാ ഗുണങ്ങളും തികഞ്ഞൊരു നല്ല കുട്ടി. ഇപ്പോൾ അവർ താമസിക്കുന്ന അതേ വീട് തന്നെയായിരുന്നു പണ്ടും അവൻ്റേത്. അല്പം മാറ്റങ്ങൾ വരുത്തിയിട്ടുണ്ടെന്നേ ഉള്ളൂ. അച്ഛനും അമ്മയും ജയനും മാത്രം താമസിച്ചിരുന്ന ആ വീട്ടിലെ സന്തോഷം പറഞ്ഞറിയിക്കാൻ വയ്യ. അതൊക്കെ പറയുമ്പോൾ പത്രോസിന്റെ കണ്ണുകൾ വല്ലാതെ തിളങ്ങുന്നുണ്ടായിരുന്നു. ചില ഓർമ്മകൾ അങ്ങനെയാണ്, വീഞ്ഞു പോലെ പഴകും തോറും ലഹരി കൂടിക്കൊണ്ടിരിക്കും. ഇപ്പോൾ അവർ താമസിക്കുന്ന വീടോ? ഈ നാട്ടിൽ ഞാൻ അറിയാത്തതായി ഏത് വീടാണ് പത്രോസെ? അച്ഛന് സംശയമായി. അച്ഛൻ അറിയാത്തതല്ല, ഇത്ര കാലവും അവിടെ ആരും ഉണ്ടായിരുന്നില്ല. വർഷങ്ങൾക്ക് ശേഷം ഇപ്പോഴാണ് അവർ തിരികെ വന്നത്. കൂടി വന്നാൽ ഒരു 4 ദിവസമേ ആയിട്ടുണ്ടാകൂ ജയദേവനും മോളും ഇവിടെ എത്തിയിട്ട്. നമ്മുടെ അന്നാമ്മച്ചേടത്തിയുടെ വീടിനോട് ചേർന്നുള്ള ആ പഴയ വീട് അച്ഛൻ ഓർമ്മയില്ലേ? ആ വീടായിരുന്നോ? അപ്പോൾ അന്നത്തെ അന്നക്കൊച്ചാണോ ഈ അന്നാമ്മച്ചേടത്തി? പത്രോസ് ഒന്ന് ചിരിച്ചു. അച്ഛൻ അപാരം ബുദ്ധിയാ. കഥ മുറുകി വരുന്നത് അച്ഛൻ മണിമണിയായി പിടിച്ചല്ലോ. അതെ, ആ അന്നമ്മച്ചേട്ടത്തി തന്നെയാണ് നമ്മുടെ അന്നക്കൊച്ച്. കാലവും പ്രായവും മാറിയപ്പോൾ അന്നക്കൊച്ചിൽ നിന്ന് അന്നാമ്മച്ചേട്ടത്തിയിലേക്ക് ഒരു പുനർജന്മം സംഭവിച്ചു എന്ന് മാത്രം. അതൊക്കെ പോട്ടെ, നീ കഥ പറ. നേർത്ത ഒരു പുഞ്ചിരിയോടെ അച്ഛൻ പ്രോത്സാഹിപ്പിച്ചു. അവിടെ നിന്ന് അല്പം മാറിയായിരുന്നു നമ്മുടെ കുഞ്ഞിലക്ഷ്മിയുടെ വീട്, ജയദേവന്റെ അപ്പന്റെ പെങ്ങളുടെ മകൾ. ചെറുപ്പത്തിൽ ഞങ്ങൾ 4 പേരും ഈ നാടിന്റെ അവിഭാജ്യ ഘടകങ്ങളായിരുന്നു. പാടത്തും പറമ്പിലും മാവിന്റെയും പേരയുടെയും മുകളിലുമൊക്കെയായി എന്ത് രസകരമായ ദിനങ്ങളായിരുന്നു അത്. ഞാൻ മാത്രം എപ്പോഴും പാടത്തെ വെള്ളത്തിലായിരിക്കും. അതുകൊണ്ട് തന്നെ എന്റെ ജീവിതം അന്നേ വെള്ളത്തോട് ചേർന്നു പോയി. ഇപ്പോഴും വെള്ളത്തിൽ തന്നെ. പത്രോസ് വീണ്ടും ഊറി ചിരിച്ചു. സ്വന്തം ജീവിത ദുരിതങ്ങളെ പോലും തമാശയാക്കി മാറ്റാൻ കഴിയുന്ന ഒരു അസാമാന്യ കഴിവ് അയാൾക്കുണ്ടായിരുന്നു. ഒരു 15 വയസ്സായപ്പോഴാണ് എനിക്കൊരു കാര്യം മനസ്സിലായത്. സത്യത്തിൽ അതെനിക്ക് മാത്രം മനസ്സിലായ ഒരു രഹസ്യമായിരുന്നു. എന്ത് രഹസ്യം? അച്ഛൻ ആകാംക്ഷയോടെ ചോദിച്ചു. അന്നൊക്കെ കൂടെ ആരുമില്ലെങ്കിലും ഞാൻ സ്ഥിരമായി കളിക്കാൻ പോകും. എൻ്റെ അന്നത്തെ സ്ഥിരം വഴിയെന്ന് പറയുന്നത് മുത്തമ്മല കയറിയുള്ള യാത്രയായിരുന്നു. അങ്ങോട്ട് പോയാൽ 2 കാര്യങ്ങളുണ്ട്. ഒന്ന്, വയറ് നിറയെ കാട്ടുപഴങ്ങൾ തിന്നാം. 2, കാടിന്റെയും പള്ളിയുടെയും വശ്യത കണ്ട് രസിക്കാം. എന്ത് രസമായിരുന്നു അതൊക്കെ. അന്നൊരു വെള്ളിയാഴ്ചയായിരുന്നു. ജയന്റെ വീട്ടിൽ ചെന്നപ്പോൾ അവിടെ ആരുമില്ല. ഞാൻ നേരെ മുത്തമ്മല ലക്ഷ്യമാക്കി നടന്നു. കുത്തനെയുള്ള ആ മല കയറി ചെല്ലുമ്പോൾ പുല്ലുകൾ തഴച്ചു നിൽക്കുന്ന ഒരു സ്ഥലമുണ്ട്. വാവച്ചൻ ചേട്ടന്റെ വീടിന്റെ താഴെയായി. അവിടെ പ്രേതവും പിശാചും ഒക്കെ ഉണ്ടെന്ന് നാട്ടുകാർ പറഞ്ഞു പരത്തിയിരുന്നത് കൊണ്ട് ആ വഴി കടന്നു പോകാൻ എനിക്ക് നല്ല പേടിയായിരുന്നു. ഞാൻ ശബ്ദമുണ്ടാക്കാതെ പെതുക്കെ നടന്നു. എങ്ങാനും എന്റെ ശബ്ദം കേട്ട് പ്രേതം പുറത്തു വന്നാലോ? പത്രോസ് ഇടയ്ക്ക് നിർത്തിച്ചിരിക്കുന്നുണ്ട്. എല്ലാ കാഴ്ചകളും അയാൾ മുന്നിൽ കാണുന്നത് പോലെ. പെട്ടെന്ന് ഒരു പെൺശബ്ദം. കർത്താവാണേ, എന്റെ ശ്വാസം ആ നിമിഷം നിലച്ചുപോയി. പ്രേതത്തെ മുൻപ് കണ്ടിട്ടില്ലാത്തത് കൊണ്ട് കാണാൻ ഒരു അപാര ആഗ്രഹം തോന്നി. ഒന്നുകിൽ അവൾ എന്നെ കൊന്ന് രക്തം ഊറ്റി കുടിക്കും, അല്ലെങ്കിൽ അവളെ ഒന്ന് കാണാം. സത്യത്തിൽ പ്രേതം സുന്ദരിയാണെന്ന് ആരൊക്കെയോ പറഞ്ഞു കേട്ടിട്ടുണ്ട്. പറ്റിയാൽ ആ സൗന്ദര്യം ഒന്ന് ആസ്വദിക്കണം, അതായിരുന്നു അപ്പോഴത്തെ എൻ്റെ ചിന്ത. പക്ഷെ അച്ഛാ, അവിടെ ഞാൻ കണ്ട കാഴ്ച എന്നെ രക്തം മരവിപ്പിക്കുന്നതായിരുന്നു. ആ പിശാചുക്കളെ കണ്ടപ്പോൾ എൻ്റെ ബോധം തന്നെ പോയി. പത്രോസ് പറയുന്നത് കേട്ട് അച്ഛൻ പൊട്ടിച്ചിരിച്ചു. ശരിക്കും അവിടെ പ്രേതം ഉണ്ടോടാ? ഞാൻ ഇടയ്ക്ക് പോകുന്ന വഴിയാണത്. ഇനി അങ്ങോട്ട് പോകുമ്പോൾ വഴി മാറി നടക്കണം. ഒന്നാമതേ രക്തം കുറവാണെന്ന് ഡോക്ടർ പറഞ്ഞിട്ടുള്ളതാണ്. എന്തിനാ വെറുതെ ഉള്ളത് കൂടി അവർക്ക് കൊടുക്കുന്നത്? ആ ബെസ്റ്റ്. എൻ്റെ അച്ഛാ,
ശരിക്കും ഒരു പ്രേതത്തെ കണ്ടാൽ പോലും ഞാൻ ഇത്രയും ഞെട്ടില്ലായിരുന്നു. അവിടെ ആരും കാണാതെ നമ്മുടെ അന്നക്കൊച്ചിൻ്റെ മടിയിൽ തലവെച്ച് കിടക്കുന്ന ജയദേവൻ. അവരങ്ങനെ കണ്ണിൽ കണ്ണിൽ നോക്കി പ്രണയം പങ്കിടുന്നു. അതൊരു കാഴ്ച തന്നെയായിരുന്നു. അതിനിപ്പോ ഇത്ര വലിയ ബിൽഡപ്പ് ഇടാൻ മാത്രം എന്തിരിക്കുന്നു പത്രോസെ? അച്ഛൻ കൗതുകം അടക്കാൻ പാടുപെട്ടു. അച്ഛൻ ഇപ്പോൾ അങ്ങനെയൊക്കെ ചോദിക്കും. പക്ഷെ അന്ന് കാലം ഇന്നത്തെ പോലെ അല്ല അച്ഛാ. പ്രണയമെന്ന് കേൾക്കുന്നത് തന്നെ വലിയ അപരാധമായി കരുതിയിരുന്ന ഒരു കൂട്ടം മനുഷ്യരുടെ ലോകമായിരുന്നു അത്. പിടിക്കപ്പെട്ട തല്ലിക്കൊന്ന് ശരിക്കും പ്രേതമാക്കി കളയും. പ്രത്യേകിച്ചും അവര് രണ്ട് ജാതിയിൽപ്പെട്ടവരായതുകൊണ്ട് അറിഞ്ഞ നാട്ടിൽ കലാപം വരെ ഉണ്ടായേക്കും. അത്രയ്ക്ക് ഭീകരമായിരുന്നു അന്നത്തെ അവസ്ഥ. അവരും എന്നെ കണ്ടു. അങ്ങനെ ആദ്യമായി അവരുടെ രഹസ്യ പ്രണയത്തിന്റെ രഹസ്യം അറിഞ്ഞ ക്രെഡിറ്റ് എനിക്കായി. പക്ഷേ അതൊരു വലിയ പാരയായി മാറി. അന്നു മുതൽ അവരുടെ പ്രണയത്തിന് കാവൽ നിൽക്കേണ്ട ചുമതല കൂടി എൻ്റെ തലയിലായി. ദിവസങ്ങളും മാസങ്ങളും കടന്നുപോയി. അതോടൊപ്പം അവരുടെ പ്രണയവും ആഴത്തിൽ വളർന്നു. സത്യം പറയാലോ അച്ഛാ, അതിനു മുൻപോ അതിനു ശേഷമോ ഞാൻ അതുപോലെ ഒരു പ്രണയം കണ്ടിട്ടില്ല. ഒന്നിച്ചു ചേരാൻ കഴിഞ്ഞില്ലെങ്കിൽ ഒരുമിച്ച് മരിക്കാൻ പോലും അവർ തയ്യാറായിരുന്നു. അത്രയും ആഴമുള്ള പ്രണയം. എല്ലാം അതിമനോഹരമായി മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുമ്പോഴാണ് ജയദേവന് ജോലി കിട്ടുന്നത്. പോലീസ് ട്രെയിനിങ്ങിനായി അവൻ പോയപ്പോൾ അവൻ അയക്കുന്ന കത്തുകൾ ഒളിച്ചു കടത്തുന്ന മയിൽവാഹനമായി ഞാൻ മാറി. പണ്ടുകാലത്ത് പണിയൊന്നുമില്ലാത്ത കൂട്ടുകാർക്ക് ഇതൊക്കെയായിരുന്നു പ്രധാന പണി. അങ്ങനെ എല്ലാം വൃത്തിയായി നടക്കുമ്പോഴാണ് ഞങ്ങൾ ആരും പ്രതീക്ഷിക്കാത്ത ആ സംഭവം നടക്കുന്നത്. അതോടെ എല്ലാം തകിടം മറിഞ്ഞു. പത്രോസ് ദീർഘമായിട്ടൊന്ന് നിശ്വസിച്ചു. അയാളുടെ മുഖത്ത് അന്ന് നടന്ന സംഭവത്തിന്റെ നടുക്കം ഇപ്പോഴും ഉണ്ട്. അല്ല, അന്ന് എന്താണ് ഉണ്ടായത്? ജയൻ അവിടെ വേറെ വല്ല പ്രണയവും? അതൊക്കെയാണല്ലോ ഇന്നത്തെ കാലത്ത് സംഭവിക്കുന്നത്. അച്ഛൻ സംശയത്തോടെ ചോദിച്ചു. പത്രോസ് ഒന്ന് ചിരിച്ചു. പക്ഷെ ആ ചിരിയിൽ വേദനയായിരുന്നു. എൻ്റെ അച്ഛാ, അത് ഇന്നത്തെ കാലം. അന്നത്തെ കാലത്ത് പ്രണയം എന്നാൽ ഒരാൾക്കൊന്നു മാത്രമായിരുന്നു. ഇതൊന്നുമല്ല. ജയദേവന്റെ മാതാപിതാക്കൾ എടുത്ത ചില തീരുമാനങ്ങൾ, അതായിരുന്നു അവരുടെ ജീവിതത്തെയും പ്രണയത്തെയും തകിടം മറിച്ചത്. തുടരും. അടുത്ത ഭാഗവുമായി കാണും വരെ ബൈ ബൈ. സ്റ്റേ സേഫ്.